നമ്മൾ ഡയറി ഫാമിലെ പണികളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല പഴുത്ത ചക്കന്റെ മണം കിട്ടി. ഇത് നമ്മുടെ തൊഴുത്തിനോട് ചേർന്ന ഒരു വരിക്കപ്ലാവാണ്. പക്ഷെ വർഷങ്ങളായിട്ട് നമ്മളെ ഫാമിലുള്ള ഒരു വരിക്കപ്ലാവാണിത്. ഞങ്ങളൊക്കെ വല്യപ്പയ്ക്ക് സ്ഥലം വാങ്ങിക്കുന്ന സമയത്തിനുള്ളതാണ്. ഇതിൽ ധാരാളം ചക്കകളുണ്ട് ഈ വർഷം. എല്ലാ വർഷവും ചക്ക ഉണ്ടാവും. നല്ല വലിയ വരിക്ക ചക്കയാണ്. അപ്പം ഇതിൽ ചക്കകൾ പഴുത്തിട്ട് നല്ല സ്മെല്ലുണ്ട്. ഒരു ചക്ക വിണ്ടതും കാണുന്നുണ്ട്. അപ്പൊ നമുക്കത് പഴുത്തത് ഒന്ന് പറിച്ചെടുക്കുന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഏതെല്ലാം പഴുത്തിട്ടുണ്ട്, പഴുത്തതൊക്കെ ഇടണം, വിണ്ടത് ഇടണം. നമുക്ക് പ്ലാവിൽ കയറുന്ന മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ കയറി നോക്കാനായിട്ട് 2 ഏണി വെച്ചിട്ടുണ്ട്. ഈ ഏണി കുറച്ച് താഴ്ഭാഗം വരെ എത്തുള്ളൂ. അപ്പൊ ഇതിൽ കയറിയിട്ട് ഈ വിണ്ട ചക്ക നോക്കാം. വിണ്ട ചക്ക പഴുത്തിട്ടില്ല തോന്നുന്നു. വിണ്ട ചക്ക പഴുത്തിട്ടില്ല, എന്നാലും വെള്ളം ഇറങ്ങിയിട്ടില്ല. 2 ദിവസമൊക്കെ മഴ ഉണ്ടായിരുന്നു. എന്നാലും ചീച്ചിലൊന്നും ഇല്ല. ഇത് എന്തായാലും ഇറക്കി വെക്കണം. ഇറക്കി നമുക്ക് വെച്ചാൽ പഴുത്ത് കിട്ടും. പഴുത്തത് മുകളിലുള്ള ചക്കയാണ്, അതിനാണ് നല്ല സ്മെല്ലുള്ളത്. അപ്പൊ അതിൽ കയറാനായിട്ട് നമ്മൾ ഈ ഏണി വെച്ചിട്ടുണ്ട്. ഈ കമ്പൊക്കെ ഉണങ്ങിയതൊക്കെ പൊട്ടി വീണ് 2 ദിവസം മുന്നേ നല്ല കാറ്റായിരുന്നു. അപ്പൊ ഇതിൽ മുകൾ ഭാഗത്തൊക്കെ പ്ലാവിന്റെ കമ്പ് വെട്ടിയിട്ടുണ്ട്. അതൊക്കെ ആടിന് വേണമെങ്കിൽ ഇങ്ങോട്ട് വെട്ടിയെടുക്കാം. നമ്മളെ കയറി നോക്കണം. വെച്ചാൽ കയറിട്ടാണ് ഇറക്കേണ്ടത്. നേരിട്ട് വെട്ടിയിട്ടാൽ ചക്ക പൊട്ടിപ്പോവും. വലിയ ചക്ക ആയതുകൊണ്ട് അപ്പൊ ഒന്ന് ഇറങ്ങിയിട്ട് കയറൊക്കെ എടുത്തിട്ട് വേണം മുകളിലോട്ട് കയറി പോകാനായിട്ട്. ഈ പ്ലാവിലെ ചക്കയുടെ പ്രത്യേകത ഉണ്ട്. ഇത് വലിയ ചക്ക അതുപോലെ തന്നെ വലിയ ചുളയാണ്. ചുള നല്ല തിങ്ങിയതുകൊണ്ട് പഴുത്തതായാലും പച്ചയിലൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ ചെതറിപ്പോവും. നല്ല നല്ല പൊട്ടി തെറിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് പഴുത്തതൊക്കെ നല്ല വൃത്തിക്ക് കിട്ടണമെങ്കിലും പച്ചയൊക്കെ കിട്ടണമെങ്കിലും കയറിട്ട് തന്നെ ഇറക്കണം. അപ്പം ഇതിനായിട്ട് നിങ്ങൾ ഇങ്ങനെ കയർ ഉപയോഗിക്കുന്നുണ്ട്. കയർ ഉപയോഗിച്ചിട്ട് കയറിൽ നമ്മൾ നെറ്റിൽ കെട്ടിയിട്ട് ഇറക്കാൻ പറ്റില്ല. നെറ്റ് വളരെ പെട്ടെന്ന് പൊട്ടുന്ന നെറ്റാണ് ഇതിന്റെ, അത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു ചാക്ക് എടുത്തിട്ട് ചാക്കിലോട്ട് ചക്ക കയറ്റിയിട്ട് ചാക്കിനെയാണ് നമ്മൾ കയർ ഉപയോഗിച്ച് കെട്ടേണ്ടത്. എന്നിട്ട് നമ്മൾ തൂക്കി താഴേക്ക് ഇറക്കണം. അപ്പൊ നമുക്ക് കയറി നോക്കാം. എന്തായാലും പഴുത്തതായതുകൊണ്ട് ഇനി വീണാലും നമുക്ക് ചക്ക ഉപയോഗിക്കാം. പച്ചയൊക്കെ വീണാലാണ് നമുക്ക് പിന്നെ പഴുപ്പിച്ചിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാലൊക്കെ. അപ്പൊ അതിൽ ഈ ഏണിയിൽ കയറിയിട്ട് അവിടെ നിന്ന് റെഡിയായി സെറ്റായി വെക്കണം. പെട്ടെന്നൊന്നും നമുക്ക് വെട്ടിയിടാൻ പറ്റില്ല. ഒന്ന് കയറി നോക്കാം എന്തായാലും. അപ്പൊ കത്തിയും ചാക്കും ഇതിൽ കയറും എടുത്തിട്ടുണ്ട്. 2 ദിവസം മുന്നേയുള്ള കാറ്റിലാണ് ഈ കമ്പൊക്കെ തൂങ്ങിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് വേണം കയറി നിൽക്കാൻ. ഈ ഭാഗത്തുനിന്ന് ഈ പ്ലാവ് 3 ആയിട്ട് പോകുന്നുണ്ട്. 3 കൊമ്പുകളാണ്. അപ്പം ഇതൊരു ഈ കവളിയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഈ പ്ലാവ് 3 കമ്പുകളായിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. നമ്മൾ ഇറക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തടയും. അതൊന്ന് പൊട്ടിച്ച് ഒഴിവാക്കുക. മുകളിൽ അതുപോലെ തന്നെ നല്ല ഇലയുള്ള കമ്പും പൊട്ടി വീണിട്ടുണ്ട്. ഇതിലെ ഇലകൾ നിങ്ങൾ ആടിന്റെ ഫാമിലെ ആവശ്യത്തിന് വെട്ടാറില്ല. പ്ലാവിലേക്ക് വെട്ടിക്കഴിഞ്ഞാൽ ചക്ക ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പ്ലാവ് നമുക്ക് ചക്കയുടെ ആവശ്യത്തിന് മാത്രമാണ്. ഇതന്നെയാണ് പഴുത്തിട്ടുള്ളത്. ഇതും പഴുത്തിട്ടുണ്ടോ നോക്കാം. നല്ല സ്മെല്ലുണ്ട്. താഴേക്കൊക്കെ ഇതിന്റെ സ്മെല്ല് കിട്ടിയോണ്ടാണ്. ഇതും പഴുത്തിട്ടുണ്ട്. 2 ചക്കയും പഴുത്തിട്ടുണ്ട്. ഈ ചക്കയാണ് കൂടുതലായിട്ട് പഴുത്തിട്ടുള്ളത്. നല്ല സ്മെല്ല് ഇതിനാണ്. അപ്പൊ നമുക്ക് ഒന്ന് സെറ്റ് നല്ല റെഡി ആക്കിയിട്ട് വേണം ഇതൊക്കെ താഴോട്ട് ഇറക്കാനായിട്ട്. ഇതിൽ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അടുത്തൊക്കെ ചക്കകളായതുകൊണ്ട് ഈ ഒരു നെറ്റിൽ തന്നെ ഇത്രയും ചക്കകളുണ്ട്. ഈ ഒന്ന് ഇടണമെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ 3 ചക്കയും വീഴും. ഇതൊന്നും മൂപ്പായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നെറ്റിന് വളരെ ഉറപ്പ് കുറവാണ്. എന്താ വെച്ചാൽ വലിയ ചക്ക ആയതുകൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചക്ക വീഴും. അതായത് ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാൽ തന്നെ ചക്ക താഴെ വീഴും. അപ്പം ഇതിനുള്ളൊരു സംവിധാനം നോക്കണം. നമുക്ക് കയറിടാനുള്ള ഗ്യാപ്പ് നോക്കണം. ഇനി അഥവാ നമ്മൾ അതിന് വീണ് പോയാലും കുഴപ്പമില്ല. നമുക്ക് പഴുത്ത ചക്ക ആയതുകൊണ്ട് ഉപയോഗിക്കാൻ എടുക്കാം. ഞാനിപ്പോ നിൽക്കുന്ന ഇതിന്റെ കവളിയിലാണ്. ഇതാണ് ഒരു ചക്ക, ഇപ്പുറത്തൊരു ചക്കയുണ്ട്. അപ്പൊ ആദ്യം തന്നെ കാറ്റിന് വീണ ഈ കമ്പ് മാറ്റണം. ഈ കമ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കമ്പ് താഴേക്ക് ഇടാണ്. ഇത് ആടിനൊക്കെ നമുക്ക് പ്ലാവിലെ കൊടുക്കാം. കുറച്ച് വാടിയിട്ടുണ്ട്. ഇവിടെ ഒന്നും പിടുത്തമില്ല. നമ്മൾ കയറിടണമെങ്കിൽ നമ്മൾ കയറ് തൂക്കി ഇറക്കാൻ ഒരു ഗ്യാപ്പ് വേണം. അതില്ല. അപ്പൊ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചക്ക ഇടാനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ചക്ക നോക്കാം ഇടാനായിട്ട്. അതിനിടയ്ക്ക് കയറ് താഴേക്ക് വീണിട്ടുണ്ട്, അതുകൊണ്ട് എടുക്കാം. അതിന് നമുക്ക് ഈ ചക്ക ഇതുപോലെ ചാക്കിൽ കൊടുക്കണം. പക്ഷെ നെറ്റാണ് പേടി. നെറ്റ് ഇളക്കി കഴിഞ്ഞാൽ നെറ്റ് പെട്ടെന്ന് വീഴും. വിട്ട് കഴിഞ്ഞാൽ ചക്ക താഴെ വീഴും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കാം. നമ്മള് ചാക്ക ഏകദേശം ഇട്ടിട്ടുണ്ട്. നമുക്ക് കയർ എറിഞ്ഞു വരണം. വീഡിയോ എടുക്കുന്ന ആളെ നമുക്ക് കയർ എറിഞ്ഞു വരുന്നത്. കിട്ടി. ഇത് അധികം മുകളിലല്ല. ഇപ്രാവശ്യം ചക്ക ഉണ്ടായതൊക്കെ ഏകദേശം താഴ്ഭാഗത്ത് തന്നെയാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ നല്ല മുകളിലോട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ട് ചക്ക. അതൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇനി ആവുള്ളൂ. ഏകദേശം ജൂൺ ജൂലൈയിലൊക്കെ ആ ചക്ക ആയി കിട്ടുള്ളൂ. അതൊക്കെ മരത്തിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് ആ സമയത്തൊക്കെ. അപ്പൊ നമ്മള് ഏകദേശം
ചാക്ക് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്, മൊത്തം പൊതിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ കെട്ടാം. ചക്കയുടെ വെയിറ്റ് ആണ്, ചിലപ്പോൾ കയറൊക്കെ ഊരി പോകാനും സാധ്യതയുണ്ട്. നല്ല കറക്റ്റ് കെട്ടണം. ഓവറി നമ്മൾ ഈ ചക്കയിൽ പിടിച്ച് കളിക്കാൻ പറ്റില്ല, ചക്കയിൽ നെറ്റ് പൊട്ടി വീഴും. അതുകൊണ്ടാണ് ഇങ്ങനെ തൂക്കിയിറക്കാനായിട്ട് കെട്ടിട്ടുണ്ട്. ഈ കെട്ട് പ്ലാസ്റ്റിക് ചാക്ക് ആയതുകൊണ്ട് ഊരി വരും. ഒന്നുകൂടെ ഒന്ന് കെട്ട് ടൈറ്റ് ആക്കി വെക്കണം. മുഴുവനായിട്ട് കെട്ടാറ്റില്ല, നെറ്റ് വിടാത്തോണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ സേഫ്റ്റിക്ക് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്യുന്നതല്ല. ഏകദേശം കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചക്കേനെ ഒന്ന് ക്രോസ് ചെയ്തൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും താഴെ വീഴുന്നത്. അപ്പം പതുക്കെ ഒന്ന് ഇവിടെ ഒരു കെട്ട് കൊടുക്കും. നമുക്ക് തൂക്കി ഇറക്കാനായിട്ട് ഈ കമ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കമ്പിൽ കെട്ടിയിട്ടാണ് തൂക്കി ഇറക്കുന്നത്. ഇനി വല്ല അടി പിടിച്ചിട്ടൊന്ന് നമുക്ക് വെട്ടിയിടാം. നമ്മൾ ഈ കയർ ലൂസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കെട്ടിയ കയർ ടൈറ്റ് ആയി പോയിട്ടാന്ന് വലിച്ച് ലൂസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പതുക്കെ താഴേക്ക് ഇറക്കുക. ഇതുപോലെ പതുക്കെ അയച്ചു കൊടുത്തിട്ട് ചക്ക താഴേക്ക് ഇറക്കുക. ഇത് താഴ്ഭാഗത്തായതുകൊണ്ടാണ് കുറച്ച് സിമ്പിളായിട്ട് ഇറക്കാൻ കഴിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പും കിട്ടി നമുക്ക് തൂക്കി ഇറക്കാനായിട്ട് ഇതിനോട് ചേർന്ന്. താഴെ എത്തിയിട്ടുണ്ട് ചക്ക. ഒരു ചക്ക നമ്മൾ സിമ്പിളായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു പഴുത്ത ചക്കയും കൂടെ ഉണ്ട്. അതൊന്നും ഇതുപോലെ ശ്രദ്ധിച്ച് ഇറക്കണം. ആദ്യം തന്നെ ഇതിന്റെ കമ്പുകളൊക്കെ നീക്കണം. താഴെ ഇറക്കിയ ചക്കനി ചാക്കിൽ നിന്ന് പുറത്തെടുക്കണം. അതിനുവേണ്ടി ഇപ്പൊ താഴേക്ക് ഇറങ്ങി വന്ന ഈ ചക്കയുടെ നെറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം പഴുത്ത് കഴിഞ്ഞാൽ മൂപ്പായി കഴിഞ്ഞാൽ ഇതുപോലെ നെറ്റ് ചെയ്യും പെട്ടെന്ന്. അതുകൊണ്ടാണ് ഇതിന്റെ നെറ്റ് ഉറപ്പില്ലെന്ന് പറഞ്ഞത്. മുഴുവനായിട്ട് പൊട്ടിയില്ല, നമ്മൾ നെറ്റിന് കെട്ടിയതും മൊത്തത്തിൽ ചുറ്റിയതുകൊണ്ടാണ് ചക്ക താഴെ വീഴുന്നത്. മറ്റേ നെറ്റ് പൊട്ടി നമ്മൾ കയറിൽ നെറ്റ് വേറെ ആവുമായിരുന്നു. മൊത്തത്തിൽ ചക്കയെ പൊതിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയത്. നെറ്റ് ചെറുതായി ചീഞ്ഞിട്ടുണ്ട്. ഇനി ചക്ക പുറത്തിറക്കാം. വലിയ ചക്ക. ആദ്യമൊക്കെ ചക്ക ഇതിലും വലിപ്പമുണ്ടായിരുന്നു. ഇപ്പൊ പ്ലാവ് കുറെ മൂപ്പായതുകൊണ്ടായിരിക്കണം അതിന് ചെറിയ കേടുണ്ട്. അതിനുശേഷം ചക്കകളൊക്കെ കുറച്ച് ചെറുതായിട്ടുണ്ട്. ആദ്യമൊക്കെ നമുക്ക് വലിയ ചക്ക എന്ന് പറഞ്ഞാൽ ഈ ട്രോളി മുഴുവൻ ഉണ്ടാവുമായിരുന്നു ചക്കയുടെ വലിപ്പം. എല്ലായിടത്തും നമ്മൾ ഗൾഫിലോട്ടും എല്ലായിടത്തേക്കും കൊടുത്തേക്കാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിലും എല്ലാവരും ഈ അയൽവാസികളൊക്കെ ഈ സീസൺ ആയി കഴിഞ്ഞാൽ ഈ ചക്കയ്ക്ക് വരുമായിരുന്നു. എല്ലാവരും ഇവരെ കയറിട്ടൊക്കെ ആയിരുന്നു ഇറക്കാറുള്ളത്. ഇപ്പം പ്ലാവിന് കേട് വന്നായിരിക്കണം ചക്ക കുറച്ച് ചെറുതായിട്ടുണ്ട്, എന്നാലും വലുപ്പമുണ്ട്. ഇപ്പം നിലത്തൊന്നും വീഴാതെ കറക്റ്റായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയ സമയത്താണ് ഇതിലൊന്ന് മണ്ണായത്, നമ്മൾ എടുത്ത സമയത്ത്. അല്ലാതെ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇത് ഇവിടുന്ന് മാറ്റി വെക്കാം. മറ്റേ ചക്കിന് ഇരുന്ന സമയത്ത് വീണ് കഴിഞ്ഞാൽ രണ്ടും കൂടെ പൊട്ടിപ്പോവും. അപ്പം ഇത് നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് അടുത്തിടാനായിട്ട് കയറണം. നമ്മൾ ആദ്യം ഇറക്കിയാലും കുറച്ചുകൂടെ വലിയ ചക്കയാണ് രണ്ടാമത് ഇറക്കാനുള്ളത്. അത് കുറച്ച് ടാസ്ക് ആണ് അത് പറിക്കാനായിട്ട്. അതിൻ്റെ അടുത്തൊന്നും കമ്പുകളില്ല, നമുക്ക് തൂക്കി ഇറക്കാനില്ല. പിന്നെ ഉണക്കക്കമ്പ് ആദ്യം മാറ്റണം. പൊട്ടി വീണ കമ്പുണ്ട്, അത് ആദ്യം മാറ്റണം. അതൊക്കെ മാറ്റുമ്പോൾ പതുക്കെ മാറ്റിയില്ലെങ്കിൽ ഇതിന്റെ പൊട്ടി ഒരു നെറ്റ് പെട്ടെന്ന് പൊട്ടും. അപ്പം ഒന്ന് കയറി നോക്കാം. എന്തായാലും നമുക്ക് മാക്സിമം നല്ല രീതിയിൽ തന്നെ താഴെ ഇറക്കാൻ നോക്കാം. ഏണി ചെരിഞ്ഞിട്ടുണ്ട്, ഏണി ഒന്ന് മാറ്റി വെക്കാം. ഇത്രയും വലിയ ഏണി ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് സ്ഥലം വരെ കയറാൻ കഴിഞ്ഞത്. മറ്റേത് അവിടുന്ന് ഈ കവളിയിൽ നിന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ പച്ച തന്നെ മൂപ്പായത് ഇറക്കി വെക്കാറാണ്, എന്നിട്ട് പഴുപ്പിക്കാനാണ്. ഇതിന് താഴെ ആയതുകൊണ്ട് പഴുത്ത നമുക്ക് പെട്ടെന്ന് അറിയുന്നതുകൊണ്ട് ഇതൊരു സ്മെല്ലൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയത്. അപ്പൊ കറക്റ്റായിട്ട് തന്നെ സ്മെല്ല് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറിച്ചു. അല്ലെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ വാവലിന്റെ ശല്യവും പകൽ സമയം കുരങ്ങൊക്കെ പഴുത്ത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാൻ വരും. അവരെ ഓട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. മഴക്കാലത്തൊക്കെ വവ്വാൽ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ മുകളിലുള്ള ചക്കി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല, അതൊക്കെ വാവൽ കഴിച്ച് താഴെ ചീഞ്ഞ് വീഴാറാണ്. അതുകൊണ്ട് ഈ വർഷം പിന്നെ നേരത്തെ തന്നെ ചക്ക ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ചക്ക കുറവാണ് ഈ വർഷം.
താഴ്ഭാഗത്ത് മാത്രമേ കുറച്ച് കൂടുതലേ ഉള്ളൂ. ഇത് മാവൊക്കെ പൂക്കുന്ന പോലെ തന്നെ ചില വർഷങ്ങളിൽ ചക്ക കൂടുതലുണ്ടാവും, ചെറിയ വർഷം കുറവായി. ഈ വർഷം കുറവാണ്. അപ്പം അതിന് ഈ കമ്പ് നീക്കണം. കത്തി നമ്മൾ മരത്തിൽ ആദ്യം വെച്ചിരുന്നു. ഉണങ്ങിയ കമ്പൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇനി താഴേക്ക് ഇടണം. കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് മാത്രമേ ഇതിലെ പ്ലാവിൽ ആടുകൾക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ചക്കയ്ക്ക് നിർത്തുന്നതുകൊണ്ട് ഇത് വെട്ടാറില്ല. ആദ്യം മുതലേ തന്നെ നമ്മളിങ്ങനെ ചക്കയ്ക്ക് മാത്രം നിർത്തുന്നതുകൊണ്ട് ഇത് ചോല വെട്ടാനോ കമ്പിറക്കാനൊന്നും നിൽക്കാറില്ല. എന്നിട്ട് ഈ പ്ലാവിന് കേട് കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചക്കകളൊക്കെ കുറച്ച് മോശമായിട്ടുള്ളത്. വലിപ്പം കുറവ്, ഇടയ്ക്ക് കേട് വരുന്നുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ ഇതിൻ്റെ വിത്ത് നട്ടിട്ട് പ്ലാവിൻ്റെ തൈകൾ മുളപ്പിച്ചിട്ട് നമ്മൾ ഫാമിൽ പല ഭാഗത്തും നട്ടിട്ടുണ്ട്. ഇത് നല്ലൊരു വരിക്കച്ചക്കയാണ്. ഇത്ര വലിപ്പമുള്ള വരിക്കച്ചക്ക ഈ ഭാഗത്ത് എവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിത്ത് വെച്ചിട്ട് നമുക്ക് ആടിൻ്റെ ഇലയുടെ ആവശ്യത്തിനും അതുപോലെ തന്നെ ചക്കയ്ക്കും വേണ്ടി നമ്മുടെ തോട്ടത്തിലെ പല ഭാഗത്തും ഫാമിൽ നിന്ന് നമ്മൾ മുളപ്പിച്ചുണ്ടാക്കിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ആളുകൾ ഇതിൻ്റെ തൈകൾ ചോദിച്ചു വരാറുണ്ട്. ഈ ചക്കയുടെ വലുപ്പം കണ്ടിട്ട് ഇതിൻ്റെ തൈ കിട്ടാനും അതിൻ്റെ വിത്തും ചക്കക്കുരുവൊക്കെ ചോദിച്ച ആളുകൾ വരാറുണ്ട്. പിന്നെ ചക്ക കൊണ്ടുവന്നവർ തന്നെ ഇതൊക്കെ മുളപ്പിച്ചിട്ട് ഇപ്പോൾ 1-2 ആളുകൾക്ക് ഇതിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ഈ ചക്ക കായ്ച്ചു കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ. പക്ഷെ ആ തുടക്കത്തിലൊന്നും ഇത്ര വലുപ്പമില്ല. മരം മൂക്കുന്ന അനുസരിച്ച് അത് വലുപ്പം വെച്ച് വരും. അപ്പോൾ ഇത് നിൽക്കുന്നത് ഈ മരത്തിനോട് ചേർന്നായതുകൊണ്ട് അധികം ഇളക്കി നമുക്ക് ചാക്ക് കയറ്റാൻ കഴിയില്ല. എന്നാലും പതുക്കെ കയറ്റി വെക്കണം. ഓവർ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നെട്ട് പൊട്ടും. നമ്മൾ ചക്ക വെട്ടിയിട്ടുണ്ട്. ഇപ്പൊ താഴെയുള്ള ചക്കയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ പതുക്കെ ഇങ്ങനെ തൂക്കി ഇറക്കണം. നമ്മൾ നെറ്റിൽ കെട്ടിയിട്ടില്ല, ചാക്ക് മൊത്തം കവർ ചെയ്യുക ചെയ്തിട്ടില്ലേ. ചാക്ക് മുഴുവനായിട്ട് ചക്കയിൽ കയറ്റി വെക്കാൻ കഴിയുന്നില്ല. ഒരു സൈഡ് ചക്ക മരത്തിൽ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് പതുക്കെ അങ്ങനെ ഇറക്കാം. ചാക്ക് മൊത്തത്തിലാണ് കെട്ടിയിട്ടുള്ളത്, ചക്കയും കൂട്ടിയിട്ട്. അല്ല, ചാക്കിന് നെറ്റ് കൂട്ടി കെട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വീഴും. നമ്മളെ കയറ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ട് ചക്ക പൊതിഞ്ഞുകൊണ്ട് ഇനി പതുക്കെ അതുപോലെ താങ്ങി ഇറക്കണം. അല്ല, വലിയ ചക്കയാണ് ആദ്യത്തേലും. രണ്ടാമത്തെ ചക്ക ഇറക്കിയപ്പോൾ നല്ല റിസ്ക് ആയിരുന്നു. ഒന്ന് ചക്കയുടെ നെറ്റിയിൽ കെട്ടാതെ തൂക്കി ഇറക്കിയതുകൊണ്ടും നമ്മൾ കയറ് കഴിഞ്ഞു പോയി. മൊത്തത്തിൽ ചക്ക വലിഞ്ഞ് കെട്ടിയതുകൊണ്ട്, വലിഞ്ഞ് സൈഡ് മൊത്തം കെട്ടിയതുകൊണ്ട് കയറും കഴിഞ്ഞു വന്നിട്ട് നമ്മൾ കയ്യിൽ തൂക്കിയാണ് ഇറക്കിയത്. ഞങ്ങൾ താഴെ എത്തിച്ചിട്ടുണ്ട്. താഴെ എത്താൻ നേരത്ത് മാത്രം ജസ്റ്റ് ചക്ക ഒന്ന് വീണിട്ടില്ല, എന്നാലും പതുക്കെ വെച്ചിറക്കിയിട്ടുള്ളൂ. ഈ ചാക്കിലല്ല ചക്ക ഉള്ളത്, മുഴുവനായിട്ടും കയറിലാണ്. അപ്പോൾ കയർ നമ്മൾ ഊരി ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതിൻ്റെ നെറ്റും ഇതുപോലെ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ നെറ്റ് കെട്ടാൻ എന്തായാലും ചക്ക പൊട്ടി വീഴുമായിരുന്നു. ഇതും അത്യാവശ്യം വലിയ ചക്കയാണ്. ആദ്യത്തേലും വലുപ്പമുണ്ട് ചക്ക. നല്ല നല്ല സ്മെല്ലുണ്ട്. അതാണ് കുറച്ചുകൂടെ ആയത്. നമുക്ക് ആദ്യം അത് മുറിക്കേണ്ടി വരും. ഇത് കുറച്ചുകൂടെ പഴുത്ത് കിട്ടാനുണ്ട്. പിന്നെ ഒരു ഡാമേജും വരാത്തതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല പഴുത്ത് കിട്ടും, മധുരം കൂടുകയും ചെയ്യും. ഈ ഒറ്റയ്ക്ക് ഇത് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എടുത്തിനോക്കാം. നമ്മൾ വേണമെങ്കിൽ ഈ ചക്കൻ്റെ വെയിറ്റ് ഒന്ന് എടുത്തു തരാം. നമുക്ക് ആദ്യത്തെ ചക്കയൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവും. എന്നാലും ഇപ്രാവശ്യം കിട്ടിയ ചക്ക ഏകദേശം നല്ല വലുപ്പം കൂടുതലാണ്. അപ്പോൾ രണ്ടിൻ്റെ വെയിറ്റ് ഒന്ന് എടുത്തു നോക്കാം, എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞുതരാം. നമ്മൾ രണ്ടാമത്തെ വലിയ ചക്ക മെഷീനിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ 0 ആക്കി വെച്ചതാണ്. 40,650 തൂക്കമുണ്ട്. പഴുത്തിട്ടാണ്, പച്ചയിൽ ഇതിലും വെയിറ്റ് ഉണ്ടാവും. എന്നാൽ ആദ്യത്തെ ചക്കയ്ക്ക് 50 കിലോയ്ക്ക് മുകളിലുള്ള വലിയ ചക്കകളായിരുന്നു. ഇപ്പൊ ഈ വർഷമൊക്കെ പിന്നെ വർഷങ്ങൾ ചക്ക ചെറുതായി വന്നു. ഇപ്പൊ ഏകദേശം പഴുത്തൊരു ചക്ക 40,600 ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ട ചക്കയായിരുന്നു. ഇത് 34,400 ഉണ്ട്. ഈ ചക്കയാണ് നമ്മളിന്ന് മുറിക്കുന്നത്. ഇതാണ് കുറച്ച് ചെറുതായിട്ടൊന്ന് ചീഞ്ഞിട്ടുണ്ട്, പഴുപ്പ് കൂടിയിട്ട് ചീച്ചിലാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മളിന്ന് മുറിക്കുന്നത്. ഇത് 34,400 ഉണ്ട്. നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് കാണിച്ചത് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഫാമിലി ചക്കയുടെ വലുപ്പം ഒന്ന് നിങ്ങളെ കാണിക്കാനായിരുന്നു. ഇതിലും വലുപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് ചെറുതായി പോയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇത്രയൊക്കെ വെയിറ്റുള്ള ഇങ്ങനത്തെ ചക്കയൊക്കെ ഈ പരിസരത്ത് ഇവിടെയൊക്കെ മാത്രമേ തന്നെ ഉള്ളൂ, ഇത്ര വലിയ ചക്കകളൊക്കെ കിട്ടാൻ. അപ്പൊ നമ്മൾ ഇവിടുന്നൊക്കെ വിത്തുകൾ കൊണ്ടുപോയിട്ട് എല്ലാവരും ചക്ക ആവുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു 20-25 കിലോ ഒക്കെ ആയിട്ടുള്ളൂ. ഇപ്പം മരം മൂക്കുന്നതനുസരിച്ച് അത് വലുതാവും. നമ്മുടെ ഫാമിൽ തന്നെ ഈ ചക്കയുടെ പ്ലാവ് ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചക്ക മുറിക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കാലിത്തീറ്റയുടെ 50 കിലോയുടെ ചാക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇതിപ്പോൾ 40 കിലോ ഒക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എനിക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലെ ചീര കൃഷിയൊക്കെ അറിയപ്പെടുന്ന പോലെ ഇപ്പൊ കാമ്പ്രത്ത് ഫാമിലെ ചീര എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഫേമസ് ആയി ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ. അതുപോലെ തന്നെ ഈ ചക്കയും ഫേമസ് ആണ്. ഞങ്ങളുടെ വീട്ടുപേര് വെച്ച് തന്നെയാണ് ഈ ചക്ക അറിയപ്പെടുന്നത്. കാമ്പ്രത്ത് ഫാമിലെ ചക്ക എന്നും കൂടെ ഈ ചക്ക അറിയപ്പെടുന്നുണ്ട്. എല്ലാവരും ഈ ചക്ക ഈ സമയത്ത് വന്ന് കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചക്ക വളരെ ഫേമസ് ആണ് ഞങ്ങളുടെ നാട്ടിൽ. ഇസ്മോളൊക്കെ ചക്ക മുറിക്കുന്നതിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വലിയ ചക്ക മുറിക്കുന്നില്ല. ഇത് നമുക്ക് വരട്ടാനൊക്കെ ആയിട്ട് കുറച്ചുകൂടെ പഴുത്ത് കിട്ടിയാൽ ചക്ക വരട്ടിയെടുക്കാനൊക്കെ പറ്റും. അപ്പൊ ഇത് മാറ്റി വെക്കാണ്. ഈ ചക്കയാണ് മുറിക്കുന്നത്.
അപ്പം ഈ ചെറിയ ചക്ക നമുക്ക് മുറിച്ച് നോക്കാം. നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ്, അപ്പൊ അത് ഉമ്മയാണ് മുറിക്കുന്നത്. മുറിച്ചോ. പഴുത്ത ചക്ക ആയതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് മുറിക്കാൻ കഴിയുന്നത്. നമ്മൾ ചക്ക മുറിച്ചിട്ടുണ്ട്, അത് വലിയ ചുളയാണ്. അതിന് തന്നെ ഒരു കഷ്ണം എടുത്ത് ബിയാ ഐസ് വന്ന ഉണ്ടോ, മധുരം ഉണ്ടോ? കുറച്ചുകൂടെ പഴുക്കാനുണ്ട്, എന്നാലും ഏകദേശം പഴുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമുണ്ട്, മരത്തിൽ നിന്ന് പഴുത്തുകൊണ്ട് നമ്മൾ ഇട്ട് പഴുപ്പിക്കാറാണ് ചെയ്യാറ്. ഇത് മരത്തിൽ നിന്ന് പഴുത്തുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട്. നമ്മളിത് ചുള ഇരിഞ്ഞു തരാനായിട്ട് ഒന്നുകൂടെ മുറിക്കുകയാണ്. വിളഞ്ഞി വളരെ കുറവാണ്, നല്ല പഴുത്തോണ്ട് തന്നെ വിളഞ്ഞി കുറവാണ്. അപ്പൊ ഇതിന് ഉമ്മ അങ്ങനെയെല്ലാം ഇരിഞ്ഞിട്ട് വരും. നമ്മൾ ഇരിഞ്ഞിട്ട് കഴിക്കാൻ സുഖം. വലിയ ചുള ആയതുകൊണ്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇരിഞ്ഞിടണം. ഇന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കേട് വരുമായിരുന്നു. ഇതിലും വലുപ്പം ഉണ്ടായിരുന്നു ചുള. ഇതിപ്പോ ചെറിയ ചക്കയുടെയാണ്, മറ്റേ ചക്കയുടെ ഇതിലും വലുപ്പം ചുള ഉണ്ടാവും. വിളഞ്ഞിയേ ഇല്ല, വിളഞ്ഞി വളരെ കുറവാണ്. ഉമ്മ ചക്ക ചുളക്ക് ഇരിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചക്ക കൊടുക്കാം. എല്ലാവരും എടുത്തോളൂ ചക്ക. അപ്പം ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മളിപ്പം ചക്കയൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി ഇത് കഴിക്കാനും മറ്റു അയൽവാസികൾക്കൊക്കെ കുറച്ച് കൊടുക്കണം. മറ്റ് ചക്ക നമ്മൾ വരട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വരട്ടിയെടുക്കുന്നതൊക്കെ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്.